ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹംപി, ബദാമി, ഐഹോളെ, പട്ടടക്കൽ ട്രിപ്പ് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈമാണ് നമ്മൾ കാണുന്നത്. ടൂർ കോർഡിനേറ്റർ ആദർശ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലുള്ള ആളുകളൊക്കെ പിക്ക് ചെയ്ത് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന കാഴ്ചയാണ്. കോഴിക്കോട് നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്തു. തലശ്ശേരിയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ കയറിയത്. അതിനുശേഷം വഴിയിൽ നിന്നൊക്കെ സഞ്ചാരികൾ യാത്രയിൽ പങ്കുചേർന്നു. സാരഥി രഞ്ജിത്തേട്ടനാണ് ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഹംപി യാത്രയുടെ ആദ്യ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ബസ്സിലേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റുകയാണ്. ഇനി വഴിയിൽ ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്രക്കായിട്ടുള്ള ഭക്ഷണ സാധനങ്ങള്, അതുപോലെ തന്നെ പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, കുടിക്കുവാനുള്ള വെള്ളം, ഇതൊക്കെ ആദർശ്, നിധി, മിഥുൻ ഇവരൊക്കെ ചേർന്ന് ബസ്സിലേക്ക് കയറ്റുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ രഞ്ജിത്തേട്ടനും അക്ഷയും ഒക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ കയറ്റി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചാവശ്ശേരിക്കടുത്ത്, മട്ടന്നൂർ കഴിഞ്ഞ് ചാവശ്ശേരിക്കടുത്തുള്ള ഗാട്ട് വേ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്. അവിടുത്തെ ടീം വളരെ നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്തു. പുട്ട്, അപ്പം, കടലക്കറി തുടങ്ങിയ 2-3 ഐറ്റം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു. അതുപോലെ ചായ, കാപ്പിയൊക്കെ നമുക്ക് ആവശ്യത്തിന് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. എല്ലാവരും തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് അവരവരുടെ ഫാമിലിയോട് ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നിന്നും നമ്മുടെ വീണ്ടും യാത്ര പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും കയറിയതിനു ശേഷം നമ്മുടെ ടൂർ കോർഡിനേറ്റർ ആദർശ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ പേര് ആദർശ്, സ്ഥലം ഏച്ചൂരാണ്. ജിത്തൂസിൽ ഒരു 3-4 വർഷമായി, കോർഡിനേഷൻ ഫീൽഡിൽ ഒരു 3 വർഷമായി. ആദ്യത്തെ ചടങ്ങ് ഇപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുക. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ വീട്ടില് പേര് പറയുക, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പറയുക, വീട്ടിൽ ആരൊക്കെയുണ്ട്, ജിത്തൂസിൽ എങ്ങനെ നിങ്ങൾ എത്തിപ്പെട്ടു, ഇതൊക്കെ തുറന്നു പറയാ. നമ്മുടെ സ്റ്റാർട്ടിങ് പരിചയപ്പെടലാണ്. എല്ലാവരും തന്നെ അവരവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു. അത് തന്നെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് തരുന്ന ഒരു എനർജി വലുതാണ്. മനസ്സിലൊരു ഹംപിയല്ല, വിജയനഗര സാമ്രാജ്യം ഉണ്ടാക്കണം. ഇപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഭൂമി ആകാശം, ഭൂമി ആകാശം, ഭൂമി ഭൂമി ആകാശം,
ആകാശം ബേബി ഭൂമി ആകാശം പണയം വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടൂല, ബാങ്കിലൊന്നും കൊണ്ടുപോകും. വീട്ടിൽ വെച്ചാല് അത്രയും മൂല്യമാണ്. സുരേന്ദ്ര മാഷാണ് സമ്മാനദാനം വഹിക്കുന്നത്. നല്ലൊരു പ്ലാറ്റ്ഫോം. മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫി നമ്മൾ വിതരണം ചെയ്തു. പുറത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഗ്രാമത്തിന്റെ പാടത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ. മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ. കേരളത്തിനോട് സാദൃശ്യം തോന്നുന്ന വിധത്തിൽ തെങ്ങുകൾ നിറഞ്ഞ വയലുകൾ നിറഞ്ഞ യാത്ര. ഒപ്പം നീലാകാശവും പഴയ മലയാളം മെലഡി സോങ്സും. അക്ഷയാണ് ഇപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാത്രയിൽ നോട്ട് ചെയ്യാനും ഗെയിം കളിക്കാനും ആവശ്യമായ നോട്ട് പാഡ് പെന്നൊക്കെ നിധി എല്ലാവർക്കുമായി കൊടുത്തു. ഉടനെ തന്നെ നമ്മുടെ രമേശ് ഏട്ടനും സുരേന്ദ്രേട്ടനും ചേർന്ന് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു. തമ്പോല എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യകളുടെ ഒരു കളി. അത് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ടീമും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 2 സംഖ്യ സ്ലിപ്പ് കയ്യിൽ വെച്ചിട്ടാണ് നിധി കളിക്കുന്നത്. പക്ഷെ അവന് ഒന്നും അടിക്കാത്തതിന്റെ പരാതികൾ ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തരത്തിലുള്ള വിജയികൾ ഉണ്ടായിരുന്നു. ഒന്ന് ബമ്പർ വിജയിയും മറ്റൊന്ന് ആദ്യ ലൈനിൽ പെട്ടെന്ന് തന്നെ നറുക്ക് വന്ന വിന്നറും. അങ്ങനെ 2 വിന്നേഴ്സ് ഈ ഒരു ഗെയിമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത്. കണ്ടിന്യൂ. അങ്ങനെ നമ്മുടെ ഉച്ച ഭക്ഷണത്തിനുള്ള സമയമായി. ബസ് പാർക്ക് ചെയ്യുകയാണ്. ഈ യാത്രയിലെ ആദ്യത്തെ 2 ഫുഡും നമ്മുടെ ഹോട്ടൽസിലാണ് കൊടുക്കുന്നത്. അതിനുശേഷമുള്ള ഭക്ഷണങ്ങൾ ലൈവായിട്ട് നമ്മുടെ ടീം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. ഹസനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ റോഡും പാടവും നല്ല ഒരു ഗ്രാമക്കാഴ്ച, അതിനൊപ്പം നമ്മുടെ മെലഡി മലയാളം സോങ്സും. അങ്ങനെ ആ യാത്രയുടെ വൈബ് മറ്റൊരു തരത്തിലേക്ക് മാറി. ഇരുവശങ്ങളിലും തീയുണ്ട്. ആരോ തീയിട്ടതാവാം. അതിന് നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. ചുറ്റും പുക, തീ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോ ഉത്തരം നിങ്ങൾ ആരും വിളിച്ചു പറയാതിരിക്കുക. പക്ഷേ ഉത്തരം ചർച്ച ചെയ്യാതിരിക്കുക.
അങ്ങനെ മറ്റൊരു ഗെയിമുമായി നമ്മുടെ പ്രിയ രമേശ് ചേട്ടൻ, അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർഡ് ചെയ്തു, ഒരു യാത്രാ പ്രേമിയാണ്. കാർഷിക സമൃദ്ധിയുടെ എല്ലാ കാഴ്ചകളും നമുക്ക് കർണാടകത്തിൽ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ഹസൻ ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ. ആടുമാടുകളും പാടങ്ങളും കൃഷി സമൃദ്ധമായ പാടങ്ങളും ഒക്കെ ഈ കാഴ്ചയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സായാഹ്നം, മനോഹരമായ ഒരു സായാഹ്നം, നമ്മള് ചായ കുടിക്കുവാനായിട്ട് ബസ് നിർത്തി. സമയം ഇപ്പോൾ സന്ധ്യയായി. അങ്ങനെ നമ്മുടെ രാത്രി ഭക്ഷണം ഇന്ന് നമ്മൾ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മുടെ കുക്കിംഗ് ടീം, പ്രസൂൺ അടങ്ങുന്ന ടീം, അതിൻ്റെ കൂടെ നമ്മുടെ എൻറ്റയർ ടീം അതിനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഷോപ്പിന്റെ ഓണർ നമുക്ക് എല്ലാ സഹായവും കഴിഞ്ഞ യാത്രയിലും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഒരു അന്താക്ഷരിയിലേക്കാണ് പോയത്. എല്ലാവരും പാടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടാവുക. എല്ലാവരും പാടും, വെറുതെ ഒരാളിരിക്കാൻ പറ്റില്ല. ഇതിന് അപ്പ തന്നെ ബസ്സിലേക്ക് കയറ്റി വിടും, പാടാതെ കേട്ടാ. നിങ്ങളൊരു ടീമാണ്, നിങ്ങൾ രണ്ടാളിപ്പുറം. കുട്ടികളുടെ ടീം, ഇത് യങ്സ്റ്റേഴ്സിന്റെ ടീം. ഒന്ന് അങ്ങനെ 4 ടീമായി തിരിച്ചുകൊണ്ടുള്ള അന്താക്ഷരി മത്സരം സ്റ്റാർട്ടായി. മീറച്ചി ഉണ്ടാക്കിയ ആ ഹോം മെയ്ഡ് കേക്ക് എല്ലാവരും കഴിച്ചു. അതിനുശേഷം മത്സരം ആരംഭിച്ചു. ഒരു ഭാഗത്ത് കുക്കിംഗ് നടക്കുന്നു, മറുഭാഗത്ത് അന്താക്ഷരി. നമുക്ക് എല്ലാവർക്കും പാടാം. വരാമോന്നല്ലേ പപ്പാ? എല്ലാരും പാടാം.
ഈ സംഘത്തിൽ നിറയെ ഗായകരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ നിധിയും പ്രസൂനാട്ടനാണ് മെയിൻ കുക്ക്. അദ്ദേഹം കറി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി ഭക്ഷണം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ചൂടോടെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ്. അവിടെ നിന്നും കുറച്ച് സമയം റണ്ണിങ് ഉണ്ടായിരുന്നു ഹോട്ടലിലേക്ക്. എല്ലാവരും തന്നെ ഹോസ്പേട്ടിലെ ഹോട്ടലിലാണ് ചെക്ക് ഇൻ ചെയ്തത്. ചെക്ക് ഇൻ കാഴ്ചകളാണ്. ആദർശും നിധിയും ചേർന്ന് റൂം കൊടുക്കുന്നത് കോർഡിനേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഗസ്റ്റിനുള്ള റൂം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.